അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമാ ബഅദ് ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറസ് സുനനി സുനൻ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹദസാതുഹാ വകുല്ല മുഹദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. لقد كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ യഥാവിധി പാലിച്ച് ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ രംഗങ്ങളിലും അവനെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ ശഅബാൻ മാസത്തിൻ്റെ പവിത്രമായ ദിനരാത്രങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തിൽ ധാരാളമായി ഇബാദത്തുകളും സൽക്രമങ്ങളും ചെയ്തതായി പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിന് കാരണം അള്ളാഹുവിൻ്റെ കാരുണ്യം കോരിച്ചൊരിയുന്ന റമദാൻ മാസമാണ്. അതിൻ്റെ തൊട്ടുമുൻപുള്ള മാസം എന്ന നിലക്കാണ് ഈ മാസത്തിന് പ്രത്യേകമായ സവിശേഷത, ശ്രേഷ്ഠത കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, മാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തക്മല ഫീ സിയാമിൻ ശഹ്രി ഖത്ത് ഇല്ലാ റമദാൻ. അള്ളാഹുവിൻ്റെ ദൂതര് പൂർണ്ണമായി റമദാനിലല്ലാതെ മറ്റൊരു മാസവും നോമ്പെടുത്തത് ഞാൻ കണ്ടിട്ടില്ല. അതോടൊപ്പം വമാ റഅയ്തുഹു ഫീ ശഹ്രിൻ അക്സറ മിൻഹു സിയാമൻ ഫീ ശഅബാനി, ശഅബാനിനെ പോലെ ധാരാളമായി അദ്ദേഹം നോമ്പനുഷ്ഠിച്ച മറ്റൊരു മാസവും ഞാൻ കണ്ടിട്ടില്ല. ഇതിൻ്റെ കാരണം തിരക്കിക്കൊണ്ട് മഹാനായ സഹാബി ഉസാമത്ത് ബിനു സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകരോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതരെ, ലം അറക്ക, ഞാൻ താങ്കളെ കണ്ടിട്ടില്ല. തസുമു മിൻ ശഹ്രിൻ മാ തസുമു മിൻ ശഅബാൻ, ശഅബാനിലെ നോമ്പനുഷ്ഠിച്ചതുപോലെ മറ്റൊരു മാസത്തിലും അങ്ങ് നോമ്പനുഷ്ഠിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്നാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫഖാല
ذاك شهر يغفل الناس عنه بين رجب ورمضان. അതായത് ജനങ്ങള് റജബ് മാസത്തിന്റെയും റമദാൻ മാസത്തിന്റെയും ഇടയിൽ കൂടുതൽ അശ്രദ്ധരാകുന്ന ഒരു പ്രത്യേകമായ സമയമാണ് ശഅബാനത. ദുനിയാവിലെ തിരക്കിൽപ്പെട്ട് അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും അശ്രദ്ധരാകുന്ന മനുഷ്യന്റെ മനസ്സുകളെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ഹദീസിലൂടെ ചികിത്സിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. റജബ് മാസം നമുക്കറിയാം, ഷഹറുൽ മുഹറം, യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട 4 പവിത്ര മാസങ്ങളിൽ ഒന്നാണ് റജബ് മാസം എന്ന് നമുക്കറിയാം. അതേപോലെ വരാനിരിക്കുന്ന പുണ്യമായ മാസം റമദാൻ മാസം, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിക്ക് സന്മാർഗത്തിനായിട്ട് ഇറക്കിത്തന്ന ഈ ഖുർആന്റെ അവതരണം നടന്ന മാസം, അത് റമദാൻ മാസം. ഈ 2 മാസങ്ങൾക്കിടയിലുള്ള ഈ മാസം ജനങ്ങൾക്ക് അഫ്ലത്ത് പിടികൂടാൻ സാധ്യതയുള്ള ഒരു മാസമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളെ ഉണർത്തുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റുപാടിലും നടന്നുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളും, ദുനിയാവിൽ പലതും നേടിയെടുക്കാനുള്ള നമ്മുടെ ത്വരയും, അള്ളാഹുവിനെ കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നമ്മളെ തികച്ചും അശ്രദ്ധരാക്കിയിരിക്കുകയാണ്. സൂറ മറിയമിന്റെ 38-39 വചനങ്ങളിലായി വളരെ ഗൗരവത്തിൽ അള്ളാഹു നമ്മെ ഉണർത്തുന്ന ഒരു കാര്യമുണ്ട്. അസ്മിഅ ബിഹിം വ അബ്സിർ യൗമ യഅതൂനനാ. അവർ നമ്മുടെ അടുക്കൽ വരുന്ന ദിവസം, നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ അവർ നമ്മുടെ അടുത്ത് വരുന്ന ദിവസം അവർക്ക് എന്തൊരു കേൾവിയായിരിക്കുമെന്നറിയോ? അവർക്ക് എന്തൊരു കാഴ്ചയായിരിക്കുമെന്നറിയോ? ദുനിയാവിൽ അവർ കേൾക്കേണ്ടത് കേട്ടിട്ടില്ല, അവർ കാണേണ്ടത് ദുനിയാവിൽ വെച്ച് കണ്ടിട്ടില്ല. അവർ അള്ളാഹു വിളിച്ച വാക്കെന്താണെന്നറിയോ? ഇത് ആയത്ത് തുടരുന്നു, മുബീൻ. അവർ അക്രമികളാണ്. ദുനിയാവിൽ കേൾക്കേണ്ടത് കേൾക്കാത്ത, കാണേണ്ടത് കണ്ടിട്ടില്ലാത്ത ആളുകളെ കുറിച്ച് അള്ളാഹു പറയുന്നത് അവർ അക്രമികളാണെന്നാണ്. ഫി ലലാലി മുബീൻ, അവര് വ്യക്തമായ ദുർമാർഗത്തിൽ അകപ്പെട്ട അക്രമികളാണെന്നാണ്. എന്നിട്ട് അള്ളാഹു താല പ്രവാചകനോട് പറയുന്നു, പ്രവാചകരെ അന്തിർഹും, അവർക്ക് നീ താക്കീത് ചെയ്യണം. യൗമൽ ഹസ്രത്ത് ഇത് ഖുദിയൽ അംർ, കാര്യം തീരുമാനിക്കപ്പെടുമ്പോൾ, പരലോകത്ത് വെച്ച് കാര്യം തീരുമാനിക്കപ്പെടുന്ന സമയത്ത്, അന്ന് അത് നെടും ഖേദത്തിന്റെ ദിവസമായിരിക്കും. ആ ഖേദത്തിന്റെ ദിവസത്തെക്കുറിച്ച് നീ അവർക്ക് താക്കീത് നൽകണം. വഹും ഫി അഫ്ലത്തിൻ വഹും ലാ യുഅ്മിനൂൻ, അവർ ഇപ്പോൾ അശ്രദ്ധയിലാണ്, അവർ വിശ്വസിക്കുന്നില്ല. ഈ അവസ്ഥയിൽ അവർക്ക് നീ താക്കീത് ചെയ്യണം, അള്ളാഹു പ്രവാചകനോട് പറയുകയാണ്. അതുപോലെ തന്നെ മലക്കുകൾ ഓരോ മനുഷ്യനെയും മഹ്ശറിൽ ഹാജരാക്കുന്ന ദിവസം അവനോട് പറയപ്പെടും, ലഖദ് കുൻത ഫീ അഫ്ലത്തിൻ മിൻ ഹാദാ. അതായത് പരലോകത്തിന്റെ ഭീകരത കാണുന്ന മനുഷ്യനോട് അവനെ കൂട്ടിക്കൊണ്ട് ചെന്ന ആ മലക്കുകൾ അവനോട് പറയും, ലഖദ് കുൻത ഫീ അഫ്ലത്തിൻ, നീ അഫ്ലത്തിലായിരുന്നു, നീ അശ്രദ്ധയിലായിരുന്നു. ഫകശഫ്ന അൻക ഇതാഅക്, ഇപ്പോൾ ഇതാ നിന്റെ ആ മൂടി, നിന്റെ ആ ബസറിന്റെ മൂടി ഇതാ എടുത്തു മാറ്റിയിരിക്കുന്നു. ഫബസറുക്കൽ യൗമ ഹദീദ്, ഇന്ന് നിന്റെ കാഴ്ച ശക്തി വളരെ മൂർച്ചയുള്ളതാണ്, ഇന്ന് മൂർച്ചയുള്ളതാണ്. അതുകൊണ്ട് ഈ കണ്ണുകൊണ്ട് ഇന്ന് നീ കാണും, അന്ന് നീ കണ്ടിട്ടില്ല. ഇതാ നിന്റെ മൂർച്ചയുള്ള ഇപ്പോഴുള്ള കണ്ണുകൊണ്ട് എല്ലാം കണ്ട് അനുഭവിച്ചു കൊള്ളുക, ആസ്വദിച്ചു കൊള്ളുക എന്നവരോട് പറയപ്പെടുന്ന സൂറ ഖാഫിലൂടെ അല്ലാഹു തആല നമ്മെ അറിയിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, കണ്ണിനും കാതിനും മൂർച്ച കൂടുന്ന, ഭയവിഹ്വലരാകുന്ന, ഹൃദയം തൊണ്ടക്കുള്ളിലെത്തുന്ന ഒരു നാൾ വരുമെന്നും ആ ദിവസം എല്ലാവരും ശ്രദ്ധാലുക്കളാകുമെന്നും അതുകൊണ്ട് ദുനിയാവിൽ അസ്ത്രരാകാതെ വളരെ ശ്രദ്ധയോടെ ജീവിക്കണമെന്നുമാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്ന സഹോദരങ്ങളെ. സൂറ ആറാഫിന് 205-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, വദ്കുർ റബ്ബക, നീ നിന്റെ റബ്ബിനെ ഓർക്കണം. നീ നിന്റെ റബ്ബിനെ ഓർക്കണം. ഫീ നഫ്സിക, നിന്റെ മനസ്സിൽ നീ ഓർക്കണം. തളറുഅൻ വഖീഫതൻ, വിനയപ്പെട്ടുകൊണ്ട്, വിനയാന്വിതനായിക്കൊണ്ട്, അള്ളാഹുവിന്റെ മുമ്പിൽ വിനീതനായിക്കൊണ്ട്, വഖീഫതൻ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നീ അള്ളാഹുവിനെ സ്മരിക്കണം, ഓർക്കണം. വദൂനൽ ജഹരി മിനൽ ഖൗൽ, മിതമായ ശബ്ദത്തില്, ഉറക്കെ വിളിച്ചു കൂവണ്ട, ഉറക്കെ വിളിച്ചു പറയണ്ട. അള്ളാഹു കേൾക്കും,
നിന്റെ മനസ്സിനെ അറിയുന്ന അള്ളാഹു. നീ മിതമായ ശബ്ദത്തില് നീ അള്ളാഹുവിനെ സ്മരിക്കുക, അള്ളാഹുവിനെ ഓർക്കുക. ബിൽ ഉദുവി വൽ ആസാൽ, ആസാൽ രാവിലെയും വൈകുന്നേരം. എന്നിട്ടൊരു താക്കീത്, വലാ തകുൻ മിനൽ ഗാഫിലീൻ, നിങ്ങള് ഗാഫിലീങ്ങൾ അശ്രദ്ധരായിൽ പെട്ടു പോകരുത് എന്ന്. ഇസ്ലാമിൽ ഒരു പൊതു തത്വമുണ്ട് സഹോദരങ്ങൾ. എന്താ തത്വം എന്നറിയോ? ആളുകൾ പൊതുവെ അശ്രദ്ധരായിരിക്കുമ്പോൾ ആര് തികഞ്ഞ ശ്രദ്ധയിലാണോ അവരുടെ കർമ്മങ്ങൾക്ക് പ്രത്യേകമായ പ്രതിഫലം കൂടുതലുണ്ട്. മറ്റു മനുഷ്യർ മുഴുവനും അശ്രദ്ധയിലാകുമ്പോൾ ആര് അള്ളാഹുവിനെ ശ്രദ്ധിക്കുന്നുവോ ആ ശ്രദ്ധ ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകമായ പ്രതിഫലമുണ്ട്. ഇത് ഇസ്ലാമിന്റെ ഒരു തത്വമാണ്. ഇത് ഒരു ഉദാഹരണത്തിലൂടെ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതായത് അൽ ഇബാദത്തു ഫിൽ ഹറജി വഫിൽ ഫിത്ന, സമൂഹം കൊലയിലും ഫിത്നയിലും മുഴുകിക്കൊണ്ടിരിക്കെ അത് കൽ ഹിജ്റത്തി ഇലൈഹി, അത് അള്ളാഹുവിലേക്കുള്ള ഹിജ്റയാണെന്നാണ്. സമൂഹം കൊലയിലും ഫിത്നയിലും മുഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏത് വിശ്വാസി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നുവോ അങ്ങനെ ചെയ്യുന്നവൻ അവൻ അള്ളാഹുവിലേക്ക് ഹിജ്റ പോയതിനെ പോലെയാണെന്നാണ്. അത് മറ്റുള്ളവർ ശ്രദ്ധിക്കാത്ത വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധാലുക്കളാകുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഫലത്തെ കുറിച്ചാണ് അള്ളാഹു റസൂൽ നമുക്ക് പറഞ്ഞു തരുന്നത്. മാത്രം നമുക്കറിയാം ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നമസ്കാരം ഏതാ? ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നമസ്കാരം രാത്രി നമസ്കാരം നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് എന്താ കാരണം? ആളുകൾ പൊതുവെ നിർവഹിക്കാറില്ല, അവർ അശ്രദ്ധരാണ്. ആരാണ് രാത്രിയിൽ കൃത്യമായി നമസ്കരിക്കുന്നത്? ഇത്രയും പ്രതിഫലം അള്ളാഹു അവന്റെ പ്രവാചകനും വാഗ്ദാനം ചെയ്തിട്ടുള്ള രാത്രി നമസ്കാരം നിർവഹിക്കുന്ന നമ്മളിൽ ആരൊക്കെ ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് തന്നെയാണ് അത് നിർവഹിക്കുന്നവർ കൂടുതൽ പ്രതിഫലത്തിന് കാരണം. അള്ളാഹുവിന്റെ ദൂതർ പറയുന്നു, അഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീളത്തി സ്വലാത്തുൽ ലൈൽ, ഫർള് നമസ്കാര ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രി നമസ്കാരമാണ്. അതുകൊണ്ട് അതിനെ തുടർന്ന് അള്ളാഹിന്റെ റസൂൽ പറയാണ്, അലൈക്കും ബി ഖിയാമിൽ ലൈൽ, ജനങ്ങളെ നിങ്ങൾ ഖിയാമുൽ ലൈലെ രാത്രി സമയങ്ങൾ നിങ്ങൾ നിസ്കരിക്കണം. ഫഇന്നഹു ദഅബു സ്വാലിഹീന ഖബ്ലകും, അത് നിങ്ങൾക്ക് മുമ്പുള്ള സ്വാലിഹീങ്ങളുടെ നല്ല ശീലമാണത്. എന്നിട്ട് അതിന്റെ 3 ഗുണങ്ങൾ അല്ലാഹു തആല പ്രവാചകനെ അറിയിക്കുന്നുണ്ട്. ഒന്ന്, വഹുവ ഖുർബത്തുൻ ലക്കും ഇലാ റബ്ബിക്കും, അത് നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിലേക്കുള്ള ഒരു അടുപ്പം ഉണ്ടാക്കി തരും. റബ്ബിലേക്ക് നിങ്ങൾ അടുക്കും, നിങ്ങളുടെ ഹൃദയം റബ്ബിലേക്ക് അടുക്കും, നിങ്ങളുടെ റബ്ബിനെ ഇഷ്ടപ്പെടും, നിങ്ങൾ റബ്ബിനെ തൃപ്തിപ്പെടും. ആര് റബ്ബിനെ ഇഷ്ടപ്പെട്ടുവോ അവനെ റബ്ബ് ഇഷ്ടപ്പെടും. ആര് റബ്ബിനെ തൃപ്തിപ്പെട്ടുവോ ആ റബ്ബ് അവനെ തൃപ്തിപ്പെടും. അതുകൊണ്ട് രാത്രി നമസ്കാരത്തിന്റെ ഒരു ഗുണം അതാണ്. രണ്ടാമത്തത്, വയുക്കഫിറുക്കും സയ്യാത്ത്, തിന്മകളെ മായ്ച്ചു കളയും. മൂന്നാമത് അള്ളാഹിന്റെ റസൂൽ പറയുന്നു, വഹാദുൻ മിനൽ ഇസ്മ, പാപത്തിൽ നിന്ന് നിങ്ങളെ തടയുന്ന കവചമാണ്, ഹാദാണത്. ഇനി നമുക്കറിയാം റവാത്തിബ് സുന്നത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് ഏതാ? ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് അത് ഫജ്റിന്റെ മുൻപുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരമാണ്. റക്അത്താനി ഖഫീഫത്താനി എന്നാണ് ഹദീസ് കാണുന്നത്. ഏറ്റവും ലഘുവായ നമസ്കാരം 2 റക്അത്ത്. അതിലെ സൂറകൾ അല്ലാഹുവിന്റെ റസൂല് പതിവായി ഓതിയത് സൂറത്ത്, അതായത് കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസുമാണ്. ഏറ്റവും ചെറിയ 2 സൂറകളാണ്. അത്രയും ലളിതമായ ഒരു 2 നമസ്കാരമാണ്. ആ നമസ്കാരത്തിന്റെ പ്രതിഫലം എന്താ? റകഅത്താൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫജ്റിന്റെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം അത് ദുനിയാവിനേക്കാളും ദുനിയാവിനകത്തുള്ള എല്ലാ വസ്തുക്കളെക്കാളും ഉത്തമമാണെന്നാ പറഞ്ഞത്. ദുനിയാവ് എത്ര ഉണ്ട്? അതിൽ എന്തൊക്കെ വസ്തുക്കളുണ്ട്? നമ്മൾ കാമിക്കുന്ന എന്തൊക്കെ വസ്തുക്കൾ ദുനിയാവിലുണ്ട്, അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമാണ് ഈ ഹ്രസ്വമായ 2 റക്അത്ത് നമസ്കാരം. അത് ഇത്രയും ശ്രേഷ്ഠ നൽകാൻ കാരണം എന്താ? പലരും നിർവഹിക്കാറില്ല. ഇനി ഈ മാസത്തിന്റെ 2ാമത്തെ പ്രത്യേകതയായ റസൂലുള്ളാഹി ഉസാമത്ത് ബിൻ സൈദിനോട് പറയുന്ന കാര്യം, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അമാലു ഇലാ റബ്ബിൽ ആലമീൻ, അതായത് ഈ മാസത്തിൽ വർഷത്തിൽ ഒരിക്കൽ മനുഷ്യന്റെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു പ്രത്യേകമായ മാസമാണ്. വർഷത്തിൽ ഒരിക്കൽ ഉയർത്തപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ 3 സമയങ്ങളിലായിട്ടാണ് മനുഷ്യന്റെ അമലുകൾ ആകാശത്തേക്ക് അള്ളാഹുവിലേക്ക് ഉയരുന്നത്. ഒന്ന്, എല്ലാ ദിവസവും ഉയർത്തപ്പെടുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. പലരും ഈ കാര്യം അറിയാത്തവരാണ് സഹോദരങ്ങളെ. മഹാനായ അബൂ ഹുറൈറ നിവേദനം ചെയ്ത ഹദീസിൽ അള്ളാഹിന്റെ റസൂൽ പറയുന്നു, യതആഖബൂന ഫീകും മലായികത്തുൻ ബില്ലൈലി,
വ മലായികത്തും ബിന്നഹാർ, നിങ്ങളിലേക്ക് മലക്കുകൾ രാവിലെയും വൈകുന്നേരം മാറി മാറി വരുന്നുണ്ട്. ഫയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വഫീ സ്വലാത്തിൽ അസ്ർ, ഫജ്ർ വേളയിലും അസ്ർ വേളയിലും അവർ ഒന്നിച്ചു ചേരും. ഈ മലക്കുകൾ രാത്രിയിൽ ഡ്യൂട്ടി എടുക്കാൻ വരുന്ന മലക്കുകൾ, പകല് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന മലക്കുകൾ, ഇങ്ങനെ രണ്ടു നേരം ഈ മലക്കുകൾ ഒന്നിച്ചു ചേരുന്ന സമയമാണ്. സുമ്മ യാറുജുല്ലദീന ബാതു ഫീക്കും, നിങ്ങളെ കൂടെ കഴിഞ്ഞ മലക്കുകൾ അവർ അള്ളാഹുവിലേക്ക്, ആകാശത്തേക്ക് ഉയർന്നു പോകും. ഫസഅലഹും റബ്ബുഹും, ഭൂമിയിൽ മനുഷ്യന്മാരുടെ അമലുകളുമായിട്ട് തിരിച്ചു വന്ന മലക്കുകളോട് അള്ളാഹു ചോദിക്കും. വഹുവ ആലമു ബിഹിം, അവരെ കുറിച്ച് കൂടുതൽ അറിയുന്ന അള്ളാഹുവാണ്, ഏറ്റവും കൂടുതൽ അറിയുന്ന അള്ളാഹുവാണ്. അള്ളാഹു ചോദിക്കും, കൈഫ തറക്തും ഇബാദി, കൈഫ തറക്തും ഇബാദി, എന്റെ ദാസന്മാരെ നിങ്ങൾ എപ്രകാരമാണ് വിട്ടേച്ചു പോകുന്നത്? നിങ്ങൾ അവിടുന്ന് ഭൂമിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്റെ ദാസന്മാർ എന്ത് ചെയ്യായിരുന്നു എന്നാ ചോദ്യം. അപ്പോൾ മലക്കുകൾ പറയും, ഫയഖൂലൂൻ തറക്നാഹും വഹും യുസല്ലൂന വഅതൈനാഹും വഹും യുസല്ലൂന, ഞങ്ങൾ അവരെ വിട്ടേച്ചു പോരുമ്പോഴും ഞങ്ങൾ അവരിലേക്ക് ചെന്നപ്പോഴൊക്കെ അവർ നമസ്കരിക്കുകയായിരുന്നു എന്ന്. അതിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ, ആമീൻ. ഈ രണ്ട് സമയം അമലുകൾ ഉയർത്തപ്പെടുന്നുണ്ട് എല്ലാ ദിവസവും. രണ്ട് പ്രധാനപ്പെട്ട സമയമാണ് അസർ ഫജ്ർ, രണ്ട് നമസ്കാര സമയങ്ങൾ. ആ വേളകളിൽ ഇവിടെ മലക്കുകൾ പകല ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മുടെ അമലുകളുമായിട്ട് അസർ സമയത്തും, അതേപോലെ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് മലക്കുകൾ ഫജ്ർ സമയത്ത് അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യുന്ന മലക്കുകളുണ്ട്. ഇനി മറ്റൊരു സമയം എന്ന് പറയുന്ന അമലുകൾ ഉയർത്തപ്പെടുന്ന മറ്റൊരു സമയം, അത് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ്. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ്. അതായത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തുറദുൽ അമാലു യൗമൽ ഇസ്നൈനി വൽ ഖമീസി, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അമലുകൾ ഉയർത്തപ്പെടുന്നു. ഫ ഉഹിബ്ബു അൻ യുറല അമലി വ അന സ്വായിമുൻ, അതുകൊണ്ട് എന്റെ അമലുകൾ ഉയർത്തപ്പെടുന്ന ഈ രണ്ട് ദിവസങ്ങളിൽ ഞാൻ നോമ്പുകാരനായിരിക്കെ അത് ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്റെ നോമ്പ് അള്ളാഹു കാണട്ടെ എന്ന നിലക്കാണ്. തിങ്കളാഴ്ചത്തെയും വ്യാഴാഴ്ച നോമ്പിന്റെ ശ്രേഷ്ഠതകളിൽ ഒരു പ്രധാനപ്പെട്ട ശ്രേഷ്ഠത ഇതാണ്. മൂന്നാമതായി, ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം അമലുകൾ ഉയർത്തപ്പെടുന്നുണ്ട്. അത് ഈ മാസത്തിലാണ് സഹോദരങ്ങൾ. രണ്ടാഴ്ച പിന്നിട്ടു, നമ്മൾ ഏകദേശം അതിന്റെ മധ്യത്തിലാണ് കിടക്കുന്നത്. പക്ഷെ നമ്മളെ രണ്ടാഴ്ചകൾ എങ്ങനെയായിരുന്നു? ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അമലുകൾ ചെയ്തിട്ടുണ്ടോ എന്നൊരു പരിശോധന, ഒരു ആത്മവിശകലനം നടത്താനുള്ള സന്ദർഭമാണിത്. പിന്നെ സഹോദരങ്ങളെ, അതായത് അല്ലാഹു തആല പ്രവാചകൻ പറഞ്ഞു, ഹുവ ശഹറുൻ തുർഫഉ ഫീൽ അമാലു ഇലാ റബ്ബിൽ ആലമീൻ, അതായത് ഈ മാസത്തില് അള്ളാഹു തആലയുടെ അടുത്തേക്ക് നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്ന ഫഹുയിബു അൻ യുർഫ അമലി വ അന സായിമുൻ, ഈ മാസത്തെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ് സഹാബിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട്. എന്താ കാരണം? നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ ഇങ്ങോട്ട് ആകാത്തേക്ക് ഉയർത്തപ്പെടണമെന്ന് ആഗ്രഹിക്കാൻ കാരണം എന്താ? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമാണ് നോമ്പ് എന്ന് പറയുന്നത്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം നോമ്പാണ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിച്ചു റസൂലുള്ളാഹിനോട്, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച ഒരു കർമ്മം അങ്ങ് എനിക്ക് ഉപദേശിച്ചു തരണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ നോമ്പ് അനുഷ്ഠിക്കുക. കാരണം സ്വർഗപ്രവേശനം നോമ്പിന് തുല്യമായ മറ്റൊരു കർമ്മവുമില്ല. അതുകൊണ്ട് ജനങ്ങൾ അസ്തരാകാൻ സാധ്യതയുള്ള ഈ മാസത്തിൽ പ്രിയ സഹോദരങ്ങളെ, സൽക്കർമ്മങ്ങൾ എത്ര കണ്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ അത്ര കണ്ട് നമ്മൾ ചെയ്യണം. അതായത് നമ്മുടെ നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങൾ, അത് പതിവാക്കാത്ത ആളുകൾ പതിവാക്കണം. അത് പതിവാക്കി തന്നെ ചെയ്യണം. ഏറ്റവും ചുരുങ്ങിയ റവാത്തീബ് സുന്നത്ത് തന്നെങ്കിലും ഖിയാമുൽ ലൈലി ഒരു 3 റക്അത്ത്, കഴിയുന്നവർ 5 റക്അത്ത് അല്ലെങ്കിൽ 7 റക്അത്ത്, 11 വരെ ആകാം, അത് നിർവഹിക്കുക. അല്പസമയം മതി. എത്ര സമയം നമ്മൾ നശിപ്പിക്കുന്ന സഹോദരങ്ങളെ, അശ്രദ്ധരാകരുത്. ഇന്ന് അശ്രദ്ധരായാൽ നാളെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം, കണ്ണിനും കാതിനും മൂർച്ചുള്ളൊരു സമയം വരും. അള്ളാഹുവിന്റെ പരലോകത്തുള്ള അതിന്റെ ഭയാനതകൾ നേരിട്ട് അനുഭവിക്കുമ്പോൾ, കാണുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ഈ ഖുർആൻ പഠനത്തിലൂടെ, നോമ്പിലൂടെ, ദിക്റിലൂടെ, ദുആകളുടെ സദഖകളിലൂടെ തന്നെ നമ്മൾ കൂടുതൽ അള്ളാഹുവായിട്ട് അടുക്കേണ്ടതുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ എല്ലാവരും മനസ്സിലാക്കുക. മാത്രമല്ല, നമ്മുടെ കർമ്മങ്ങൾ തൂക്കും. ഒരു മീസാനുണ്ട്. അതെങ്ങനെ തൂക്കും? കൈഫിയത്ത് അതിനെപ്പറ്റി ആരും അള്ളാഹു ആലം. അതെങ്ങനെയാ തൂക്കുക എന്നൊന്ന് അനാവശ്യമായിട്ട് ചിന്തിക്കാൻ നിൽക്കേണ്ട. തൂക്കും കർമ്മങ്ങൾ. സൂറ അറാഫിന്റെ 8-ാമത്തെ ആയതിൽ അല്ലാഹു പറഞ്ഞു, വൽ വസ്നു യൗമഇദിൻ ഹഖ്, തൂക്കം.
കർമ്മം തൂക്കല് അന്നേ ദിവസം അത് സാക്ഷാൽ സത്യമാണത്. അള്ളാഹുവാണ് പറയുന്നത് സത്യമാണെന്ന്. ഫമൻ സഖലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആരുടെ തട്ട് ഭാരം തൂങ്ങുന്നുവോ അവനായിരിക്കും വിജയികൾ. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഉലൈക മുഫ്ലിഹൂൻ അല്ല, ഹുമുൽ മുഫ്ലിഹൂൻ അല്ല. ഉലൈകക്ക് ശേഷം ഹും എന്നുമുണ്ട്, രണ്ട് ദമീർ. അതിന്റെ അർത്ഥം എന്താ അറിയോ? അവര് വിജയിച്ചവരാണെന്നല്ല, അവരാണ് വിജയിച്ചവർ, അവര് മാത്രമേ വിജയിക്കുള്ളൂ. അതിന്റെ അർത്ഥം അറബി ഭാഷ അറിഞ്ഞവർക്ക് മനസ്സിലാക്കും. ഖുർആനിൽ പലയിടത്തും ഉലൈകഹും, രണ്ടും ഉലൈകഹും, രണ്ടിനും ഒരേ അർത്ഥാണ്. ഉലൈകഹുമുൽ മുഫ്ലിഹൂൻ, അവരെ വിജയിക്കുള്ളൂ. വമൻ ഖഫ്ഫത് മവാസീനുഹു, ആരുടെ തട്ട് കനം കുറഞ്ഞു പോയോ, അമലുകളില്ലാതെ ശൂന്യമായ തട്ടാണോ, നന്മകളൊന്നുമില്ലാത്ത അമലുകളൊന്നുമില്ലാത്ത തട്ടാണ് അവൻ്റെതെങ്കിൽ അവൻ എന്ത് ചെയ്തു? അവനെ സ്വന്തത്തെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. എന്താ കാരണം? ബിമാഖാനു ബിആയാതിനാ യദ്ലിമൂൻ, അവർ നമ്മുടെ സൂക്തങ്ങളോട് ധിക്കാരം അവർ അനുവർത്തിച്ചതിന്റെ പേരില. അള്ളാഹുവിന്റെ സൂക്തങ്ങളോട്, അള്ളാഹുവിന്റെ ആയത്തുകളോട്, ഖുർആനിനോട് ധിക്കാരം അനുവർത്തിച്ചതിന്റെ പേരില് അവരുടെ ഈ തുലാസിൽ, അവരുടെ തട്ടിൽ കനമില്ല, നഷ്ടത്തിലാണ് അവര്. ഈ മാസത്തിന്റെ മറ്റൊരു സവിശേഷതയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഈ മാസത്തിൽ മഗ്ഫിറത്ത് കിട്ടുമെന്നാണ്. മഗ്ഫിറത്ത് കിട്ടും. അതായത് അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെ പറയട്ടെ, ഇന്നല്ലാഹ ലയത്തലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ മാസത്തിന്റെ മധ്യത്തില്, പകുതിയില്, ഇന്നല്ലാഹ ലയത്തലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി, ആ രാത്രിയില് അള്ളാഹു എത്തി നോക്കും, ഭൂമിയിലേക്ക് അള്ളാഹു എത്തി നോക്കും. ഫയഗ്ഫിറു ഫീ ജമീ ഖൽഖിഹി, എല്ലാ സൃഷ്ടികൾക്കും അള്ളാഹു പുറത്തു കൊടുക്കും. ഇല്ലാ ലി മുശ്രിക്കിൻ ഔ ലി മുശാഹിനിൻ, പക്ഷേ ആ പൊറുക്കലുണ്ടല്ല, ആ പൊറുക്കല് അതിന് അർഹരായി മാറേണ്ടതുണ്ട്. അതായത് രണ്ട് കൂട്ടരതിന് അർഹരല്ല. രണ്ട് വിഭാഗം ആളുകൾക്ക് അള്ളാഹ് പുറത്തു കൊടുക്കാൻ ഈ ഹദീസിൽ പ്രത്യേകിച്ച്, ഒന്ന് മുശ്രിക്കിനാണ്. മുശ്രിക്കിന് പുറത്തു കൊടുക്കൂല. അള്ളാഹുവിന്റെ അധികാരാവകാശങ്ങളിൽ, വിശ്വാസത്തില്, ആരാധനയില്, അനുഷ്ഠാനങ്ങളിൽ ശിർക്ക് വന്നാൽ, ഈ പള്ളിയിൽ ജുമക്ക് വരുന്ന ആളുകൾ മിക്കവാറും ഈ വിശ്വാസത്തിലും ശിർക്കുള്ളവരാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ നമ്മുടെ അമലുകളിൽ ശിർക്കുണ്ടാവാം. മറ്റാർക്കോ വേണ്ടി അമലുകൾ ചെയ്തേക്കാം നമ്മൾ. അല്ലാഹുവിന്റെ റസൂൽ പഠിക്കുന്നു, മൻ സല്ല യുറാഇ ഫഖദ് അശ്റക, ആരോ ബോധ്യപ്പെടാൻ നിസ്കരിച്ചാൽ അവൻ ശിർക്ക് ചെയ്തു. ശിർക്കുൽ അസ്ഗറിനെ വിവരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ശിർക്കുൽ അസ്ഗർ, റിയാ, ലോകമാന്യത, പ്രശസ്തി, ആളെ കാണിക്കാൻ അമല് ചെയ്യുക, പിന്നിൽ നിന്ന് കാണാൻ, നിസ്കരിക്കാൻ ആളുണ്ട് എന്ന് മനസ്സിലാക്കുന്ന നിസ്കാരം ഒന്ന് നന്നാക്കുക, ഓത്തൊന്ന് നന്നാക്കുക, അതാ ശിർക്കുൽ അസ്ഗറാണത്. മൻ സല്ല യുറാഇ ഫഖദ് അശ്റക, മൻ സ്വാമ യുറാഇ ഫഖദ് അശ്റക, ആർക്കോ വേണ്ടി, ഒരാൾ കാണാൻ വേണ്ടി, അറിയാൻ വേണ്ടി, ഇവൻ വലിയ നോമ്പുകാരനാണെന്ന് മറ്റുള്ളവരെ കുറിച്ച് പറയാൻ വേണ്ടി നോമ്പെടുക്കുന്നത് ശിർക്കാണ്. മൻ തസദ്ദഖ യുറാഇ ഫഖദ് അശ്റക, ആളുടെ ഇടയിൽ, ജനങ്ങളുടെ ഇടയിൽ പേര് കിട്ടാൻ വേണ്ടി ദാനം ചെയ്യുന്നത് അത് ശിർക്കാണ്. ആ ശിർക്ക് നമ്മളെടുത്ത് വന്നു പോകാൻ സാധ്യതയുണ്ട്. അത് സൂക്ഷിക്കണം. ഇവർക്ക് ഈ മാസത്തിലെ പ്രത്യേകമായ ഈ പാപമോചനം, ഈ മഗ്ഫിറത്ത് ലഭിക്കുന്നില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. രണ്ടാമത്തെ ആരാന്നറിയോ? വളരെ ശ്രദ്ധിക്കണം, അവർ ഷാഹിനാണ്. ആരാ ഷാഹിന്? അല്ലാഹുവിന്റെ റസൂൽ വിവരിക്കുന്നു, വെറുപ്പ്, പിണക്കം, വിദ്വേഷം, അസൂയ, പക, ഹൃദയത്തിൽ ഇത്തരത്തിലുള്ള രോഗങ്ങൾ ബാധിച്ചവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. അത് മഗ്ഫിറത്ത് കിട്ടാൻ തടസ്സമാകും. അത് അമലുകൾ ആകാശത്തേക്ക് ഉയർന്നു പോകാൻ തടസ്സമാകും. അതുകൊണ്ട് മാത്രമല്ല, പണ്ഡിതന്മാർ പറയുന്നത്, റജബ് മാസത്തെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞ് പഠിപ്പിച്ചെന്നെന്താ അറിയോ? അതായത് അത് റജബ് മാസം കൃഷി ഇറക്കുന്ന മാസം, വിത്ത് ഇറക്കുന്ന മാസമാണ് റജബ് മാസം. ശഅബാൻ മാസം ആ വിത്തിന്, നിങ്ങൾ വിതറിയ വിത്തുണ്ടല്ലോ, ആ വിത്തിന് വളവും വെള്ളവും നൽകുന്ന മാസമാണ് ശഅബാൻ മാസം. അതാണിത്. അപ്പൊ റജബ് മാസത്തിൽ വിത്തിറക്കിയിട്ട് ശഅബാൻ മാസത്തിൽ എന്ത് ചെയ്യണം? അതിന് വെള്ളവും വളവും കൊടുത്ത് അതിനെ വളർത്തണം. റമദാൻ മാസം എന്താ? വിളവ് കൊയ്യുന്ന മാസമാണ്. അള്ളാഹുവിന്റെ കാരുണ്യം ഭൂമിയിലേക്ക് ചൊരിഞ്ഞു വീഴുമ്പോൾ അത് അനുഭവിക്കാനുള്ളവരാണ്. അപ്പോൾ വിളവെടുക്കാനുള്ളതാണ്. യഥാർത്ഥത്തിൽ റമദാൻ നമുക്കറിയാം, ഏത് പള്ളിയിലും റമദാന്റെ ആദ്യത്തെ 3-4 ദിവസം നല്ല ജമാഅത്തിന് സ്ട്രെങ്ത് ഉണ്ടാവും. നല്ല വലിയ ജമാഅത്തായിരിക്കും. 3-4 ദിവസം കഴിഞ്ഞ് ഓരോരുത്തർ ഒഴിഞ്ഞു പോകുന്ന കാണാം. എന്തുകൊണ്ടാ? വിളവെടുക്കാൻ കഴിയുന്നില്ല, വിത്ത് നന്നായിട്ടില്ല, വളം ചെയ്തിട്ടില്ല, വെള്ളം കൊടുത്തിട്ടില്ല.
റമദാനിൽ ഭയങ്കര ശുഷ്കാന്തിയായിരിക്കും. തറാവീനൊക്കെ പള്ളിക്ക് സ്ഥലം ഉണ്ടാവില്ല, ജുമക്കൊക്കെ പുറത്ത് റോഡിലായിരിക്കും ആളുകൾ. റമദാന് ആദ്യത്തെ 1-2 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ തീർന്ന്, പിന്നെ 27-ാം രാവിലെ അവിടുന്ന് കൂടെ എന്തി വെക്കുന്നത് കാണാൻ സാധിക്കും. ഇതാണ്. അതുകൊണ്ട് മാത്രമല്ല, ഒരു കാര്യം കൂടെ കേൾക്കുക. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് ആരാന്നറിയോ? ഇമാമുൽ ഉലമാ യൗമുൽ ഖിയാമ. ഖിയാമത്ത് നാളില് പണ്ഡിതന്മാരുടെ ഇമാമാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ്. ഒരു പൊക്കം കുറഞ്ഞ മനുഷ്യനാ. തൊഴിലെന്താണെന്നറിയോ? ഈത്തപ്പഴം പറിക്കല. അദ്ദേഹം ഈത്തപ്പന പഴം പറിക്കാൻ കയറുന്ന സമയത്ത് സഹാബികൾ നോക്കി ചിരിക്കുമായിരുന്നു. ചെറിയ കയ്യും കാലുവാ. ആ മനുഷ്യനാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് നാളെ പരലോകത്ത് ഇമാമുമാര്, അതായത് ഇമാം ഏതിന്റെ? പണ്ഡിതന്മാരുടെ ഇമാമ. സ്വർഗത്ത് പ്രവേശിക്കുമ്പോൾ പണ്ഡിതന്മാർ പ്രവേശിക്കുമ്പോൾ ആദ്യം മുന്നിൽ അദ്ദേഹമാണ് ഉണ്ടാകുക എന്ന് നമുക്ക് ചരിത്രം രേഖപ്പെടുത്താൻ സാധിക്കും. അദ്ദേഹത്തോട് ചിലർ ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകൻ വഫാത്തായ ശേഷം ചോദിച്ചു, കൈഫ കുന്തും തസ്തഖ്ബിലുന ശഹ്റ റമദാൻ, നിങ്ങൾ എങ്ങനെയാണ് റമദാനെ സ്വാഗതം ചെയ്തത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ? അദ്ദേഹത്തിന്റെ മറുപടി, ശ്രദ്ധിക്കണേ, മാ കാന അഹദുനാ യജ്റഉ അൻ യസ്തഖ്ബിലൽ ഹിലാല വഫീ ഖൽബിഹി മിസ്കാല ദറത്തിൻ മിൻ ഹഖ്ദിൻ. ഞങ്ങളുടെ ആരുടെങ്കിലും ഹൃദയത്തില് ഒരു സഹോദരനോട്, ഒരു വിശ്വാസിയായ സഹോദരനോട് ഒരു അണുമണി തൂക്കം പകയുണ്ടെങ്കിൽ ഹിലാല് കാണാൻ, മാസപ്പിറവി, റമദാന്റെ മാസപ്പിറവി കാണാൻ ഞങ്ങൾ ആകാശത്തേക്ക് നോക്കൂലാണ്. റമദാനെ സ്വീകരിക്കൽ അങ്ങനെയാ. റമദാനെ ഹൃദയം കൊണ്ടാ സ്വീകരിക്കുന്നത്. ഹൃദയത്തെ ശുദ്ധിയാക്കേണ്ട സമയമാണിത്. റമദാൻ ഒന്നാകാൻ കാത്തിക്കരുത്. ആ മാസമാണ് ശഅബാൻ മാസം. അപ്പൊ ശഅബാന്റെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലായല്ലോ, അത് റമദാൻ ആണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, കൂടുതൽ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട്, അശ്രദ്ധ എന്ന് വിട്ടുമാറിക്കൊണ്ട്, സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട്, നിർമ്മലമാക്കിയ, നിഷ്കളങ്കമാക്കിയ, സ്ഫുടം ചെയ്ത മനസ്സോടെ, ഹൃദയത്തോടെ റമദാനെ വരവേൽക്കാൻ നമ്മൾ ശ്രമിക്കുക എന്ന് അല്ലാഹു തആല നാം ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ. ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ കുറേ കാലങ്ങളോളമായിട്ട് ഒരു ബിദഅത്ത്, പല ബിദഅത്തും ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ബിദഅത്താണ് ബറാത്ത് രാവ്. നമ്മുടെ അയൽപ്പക്കത്തൊക്കെ ജനങ്ങൾ വളരെ ശുഷ്കാന്തിയിൽ അത് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. അതായത് ശവ്വാൽ മാസത്തിന്റെ 15-ാം ദിവസം പകുതിയിൽ വെച്ചാണ് അവർ അനുഷ്ഠിക്കുന്നത്. ഈ ഹദീസിനെ കുറിച്ച് അവർ പറയുന്നത് ജൂതന്മാർ കൊണ്ടുവന്ന ഒരു വർത്തമാനാണത്. അതായത് അതിലുള്ള വർത്തമാനം ഇങ്ങനെയാണ് അവർ വായിച്ചത്: ഇദാ കാന ലൈലത്തുൽ ഖദരി മിൻ ശഅബാൻ ഫഖൂമു ലൈലഹ വസൂമു നഹാറഹ. അതായത് ശഅബാൻ മാസത്തിന്റെ ഈ പ്രത്യേക ദിവസം മാത്രമായിട്ടൊരു നമസ്കാരോ അല്ലെങ്കിൽ നോമ്പോ അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. ആ ഒരു പ്രത്യേക ദിവസം മാത്രമായിട്ട് അതിന്റെ പകല് നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക, രാത്രി മുഴുവനായിട്ട് നിങ്ങൾ നമസ്കരിക്കുക എന്നൊരു ഹദീസ് ജൂതന്മാർ കൊണ്ടുവന്നാണ്. ഇതൊരു ഫിത്തനയാണ്. ഇതിനെക്കുറിച്ച് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത്, അവരുടെ ആദ്യത്തെ വാക്ക് കള്ളം എന്നാ പറയുന്നത്. അൽ കദിബ്, അൽ മുഖ്തലഖ്, വ്യാജമാണത്. അൽ മസ്നൂ അൽ മൽഊൻ വൽ മസ്നൂ അൽ മൻസൂബു ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിലേക്ക് കൂട്ടിച്ചാർത്ത് കെട്ടിയുണ്ടാക്കപ്പെട്ട ഒരു കള്ള ഹദീസാണ് പറയുന്നത്. അവർ വിശ്വസിക്കുന്നത് ഈ ശഅബാൻ 15-നാണ്, ആ ദിവസമാണ് റിസ്ക്കുകൾ അള്ളാഹു ആകാശം ഇങ്ങോട്ട് ഇറക്കുന്നതെന്നാണ്. എന്നാൽ ഖുർആൻ പറയുന്നത് റിസ്ക് ഇറങ്ങുന്ന ദിവസം ഏതാ? അത് ലൈലത്തുൽ ഖദറിലാണ്. അത് റമദാന്റെ അവസാനത്തെ 10-ലാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ യുഫ്രഖു കുല്ലു അംറിൻ ഹകീം. അവിടെയാണ്. അത് ലൈലത്തുൽ ഖദറാണ്. ആ ഏറ്റവും ശ്രേഷ്ഠമായ രാവ്, ആ രാവിൽ ഖുർആൻ ഇറങ്ങിയ രാവ്, ആ രാവിലാണിത്. ആ രാവ്, അത് ഈ ശഅബാൻ 15-നാണ് ഇത് ഇറങ്ങുന്നത്, റിസ്ക് ഇറങ്ങുന്നത് നിർണയിക്കുന്നതെന്ന് അവർ തെറ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് മനസ്സിലാക്കണം, ഇത് ഇബ്ലീസിന്റെ ഒരു തന്ത്രമാണ്. സുന്നത്തിൽ നിന്ന് ബിദഅത്തിലേക്ക് മനുഷ്യന്മാരെ കൊണ്ടുപോകാൻ ഇബ്ലീസ് വല്ലാതെ പണിപ്പെടുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് ആ ഇബ്ലീസ്. അത് ജിന്നവർഗത്തിലുണ്ട്, മനുഷ്യവർഗത്തിലുണ്ട്. മിനൽ ജിന്നത്തി വന്നാസ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, നമ്മളെ കുടുംബത്തിലെ ആളുകളെ ഇത് ബോധ്യപ്പെടുത്തണം, ഇത് ബിദഅത്താണ്.
ഈ ബിദഅത്തിനെതിരെ, ഈ ബിദഅത്ത് ചെയ്യുന്ന ആളുകൾക്ക് നാളെ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ തിരു കൈയിൽ നിന്ന് ഔലുൽ കൗസറിന് ജലം, ആ ദാഹജലം ലഭിക്കുകയില്ല എന്ന് നമ്മളെ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇത്തരം ഫിത്നകളിൽ നിന്ന്, ഇത്തരം ഈ തന്ത്രങ്ങൾ, ഇബ്ലീസിന്റെ തന്ത്രങ്ങൾ അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അറിഞ്ഞോ അറിയാതോ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും നമ്മളിൽ നിന്ന് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അർഹമുർ റഹീമീന റബ്ബേ, ഞങ്ങൾ നിന്റെ ഈ ഭവനത്തിൽ കൂടെ ഞങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ, പ്രശ്നങ്ങളുണ്ട് റബ്ബേ. ശാരീരികമായ, മാനസികമായ, സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ ഉണ്ട് ഇവിടെ റബ്ബേ. ഞങ്ങളുടെ എല്ലാ തരത്തിലുള്ള മാനസികമായ വിഷമങ്ങൾക്ക് നീ പരിഹാരം കാണുന്ന റബ്ബേ അർഹമുർ റഹീമീന റബ്ബേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട്, അതുപോലെ ഞങ്ങളുടെ പല സഹോദരങ്ങളും ഇന്ന് ബർസഖിലാണ് റബ്ബേ. അവരുടെ ബർസഖി ജീവിതം നീ ധന്യമാക്കണേ റബ്ബേ. നിന്റെ ശാശ്വതമായ സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത കൊണ്ട് അവർക്ക് നീ ആ സന്തോഷം അറിയിക്കണേ റബ്ബേ. അർഹമുർ റഹീമീന റബ്ബേ, അപകട മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണം റബ്ബേ. അർഹമുർ റഹീമീന റബ്ബേ, ഞങ്ങളുടെ സന്താനങ്ങൾ ഞങ്ങളുടെ പ്രതീക്ഷയാണ് റബ്ബേ. അവർക്ക് നീ ഹിദായത്ത് നൽകണം റബ്ബേ. അർഹമുർ റഹീമീന റബ്ബേ, മൗലവി ഇപ്പോൾ വിശ്രമത്തിലാണ് ഉള്ളത്. അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല അതിന് അദ്ദേഹത്തെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ രോഗം എത്രയും പെട്ടെന്ന് ശിഫിയാക്കി പൂർണ്ണ ആരോഗ്യത്തോടെ ഇവിടെ ഖുത്ബ നിർവഹിക്കാൻ അള്ളാഹു അദ്ദേഹത്തിന് സഹായിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اغفر لنا ولوالدنا ولإخواننا سبقونا بالإيمان ولا تجعل في قلوبنا إلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم بلغنا رمضان، اللهم بلغنا رمضان، اللهم بلغنا رمضان. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا وارحمنا وأنت مولانا فانصرنا على القوم الكافرين، فانصرنا على القوم الظالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وآخر الدعوانا أن الحمد لله. السلام عليكم.